നമ്മളെ കഴിക്കാൻ വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് അടിപൊളി ഫുഡായിരുന്നു. രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു, ലക്ഷറി ഫുഡായിരുന്നു. നമ്മളെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയെടുപ്പം സെറ്റാണ്. ഫ്രഷപ്പ് ചെയ്ത് നമ്മളിനി നേരെ കൂർഗിലോട്ടാണ് പോകുന്നത്. കൂർഗിലോട്ട് ഹോട്ടലിൻ്റെ പേര് പുറത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ കർണാടകയിലെ അതിപ്രശസ്തമായ ഹോട്ടലായിട്ടുള്ള ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. അടിപൊളി ആഹാരമായിരുന്നു. ടിക്കറ്റില്ല കൊള്ളാനില്ല. പിന്നെ വാക്കുണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. ഇത് മൈസൂർ റോഡിലാണ്. മൈസൂർ റോഡല്ലേ? മൈസൂർ റോഡാണ്. ഹോട്ടലിന്റെ പേര് മൈസൂർ ഡൈൻ എന്നാണ്. മൈസൂറുള്ള നമുക്ക് തോന്നുന്നുണ്ട്. ലൊക്കേഷൻ ഇടാതെ വായിച്ചു നോക്കിയാൽ പച്ചക്കോട് ഉറ്റമഹള്ളിയിലുള്ള മൈസൂർ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി ഫുഡായിരുന്നു. ഉറ്റമഹള്ളിയിലുള്ളതാണ്. അടിപൊളി അച്ഛൻ്റെ ശ്രീഹള്ളിയിലുള്ളതാണ്. അവിടെ കൊണ്ടുപോയി. അപ്പം നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കൂർഗിലോട്ടാണ് നമ്മളെ ഈ യാത്ര. കൂർഗ് കഴിഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റേ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂർഗിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ ഗായ്സ്, ബൈ. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂർഗിലെത്തിയിട്ടുണ്ട്. കൂർഗിലേക്ക് ഇതാണ് കൂർഗ്. നിറയെ ലാമാസ് ഉണ്ട്. ലാമാസ് ഉണ്ണിക്കുട്ടൻ നമ്മളിന്ന് ഇവിടെയാണ് ലാമകളുടെ ജീവിതം നമുക്ക് അതെല്ലാം നിങ്ങൾ നമ്മൾ എത്തിക്കാൻ ലൈവായിട്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരുമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ അവരുടെ മൊണാസ്ട്രി ആയിട്ട് മെയിൻ സ്റ്റോർ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് ബുദ്ധിസ്റ്റ് വിഹാർ കേന്ദ്ര ആണ്. നമ്മളെ കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് വന്നത്. ഇവിടെ അത്ര കാണാൻ ഒരു തേങ്ങ ഒന്നുമില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് അടുത്ത് ചെറിയ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് നോക്കാം. അടുത്ത സ്ഥലം പോകുമ്പോൾ നമുക്ക് അത് നോക്കാം. ഇവിടെ അത്ര ഒരു ഗുമ്മില്ല. പിന്നെ ഗോൾഡൻ ടെമ്പിളിനകമൊക്കെ ഒത്തിരി കൊള്ളാം. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം ഫുഡ് കഴിക്കാൻ നമ്മൾ എത്തിയിട്ടുണ്ട്. കൂർഗിലാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാ അറിയില്ല, നമുക്ക് ഫുഡ് ഇപ്പോൾ കൊണ്ടുവരും. ബാംബു ബ്രിഡ്ജ് ഒട്ട് വീണ ചത്തൊന്ന് കൂട്ടിയാ ചേട്ടാ. കിട്ടുമോ? ഒഴുക്ക് ഒടുക്കത്തെ ഒഴുക്ക്. നമ്മള് ബാംബു ഫോറസ്റ്റിലേക്ക് പോവാണ്. ബ്രിഡ്ജിലൂടെ നടയടി അങ്ങോട്ട് പിടിച്ച് നടന്നാ മതി. വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും. ചാടി ഒലഞ്ഞാണ് പോണത്. നമ്മളിപ്പോൾ ബാംബു ഫോറസ്റ്റിലാണുള്ളത്. ഹാങ് ബ്രിഡ്ജ് കാന്തിയാണ് നമ്മൾ വരേണ്ടത്. അടിപൊളിയാണ് ഹാങ് ബ്രിഡ്ജ്. നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി ഹാങ് ബ്രിഡ്ജിലൂടെ പറഞ്ഞത് അപകടകരമായ ഒരു ടാസ്ക് തന്നെയാണ്. എനിക്ക് അപകടമായിട്ട് തോന്നി. എന്താണോ മുഖത്ത് ചിരിയില്ലാത്ത? ബാംബു ഫോറസ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ബാംബു ഫോറസ്റ്റ് ഫുള്ള് നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അലഞ്ചിരിഞ്ഞ്. ഇവിടെ ഏറുമാടം പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്ന അടിപൊളി സാധനമാണ് ഇവിടെ. മുമ്പ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയണത്. പക്ഷെ ഇവിടെ ഭയങ്കര ഒഴുക്ക്. അതാ അവള് പറയണത് ഇവിടെ തന്നെയാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് മുമ്പ് വരെ പറഞ്ഞത് ബോട്ടിംഗ് ഉണ്ട് എന്നാണ് പറയണത്.
ഉണ്ടായിരുന്നതാണ്, എന്തൊക്കെ ഉണ്ടായിരുന്നു. 1990 കാലഘട്ടങ്ങളിൽ ഇവിടെ പാലം ഉണ്ടായിരുന്നാണ് പറയുന്നത്. 1986-90 കാലഘട്ടത്തിൽ ഇവിടെ പാലം ഉണ്ടായിരുന്നാണ് പറയുന്നത്. നമുക്കറിയൂടാ, നമ്മൾ 2000-ന് മേലെ ഉള്ളവരാണ്. അപ്പം എങ്ങനെയാണെന്ന് അറിയൂടാ. 90കളുടെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പാലം ഉണ്ടായിരുന്നാണ് പറയണത്. നമ്മളെ ബാംബു ഫോറസ്റ്റിലുള്ള ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഷോപ്പിങ്ങും പരിപാടികളായിട്ട് പോവുകയാണ്. ഞാൻ വ്ളോഗിങ് ചെയ്യണതുകൊണ്ട് ഇവിടെ ഭയങ്കര പരാതിയാണ് എല്ലാവർക്കും. ഇവരെല്ലാവരും ഭയങ്കര പരാതി. ഞാൻ കട്ട് ചെയ്യാൻ എടുത്തിട്ടുവേ എൻ്റെ അമ്മയ്ക്ക് വെച്ച് കൊടുക്കും. ഭയങ്കര പരാതിയാണ് ഇവിടെ. ഇപ്പോഴേ നമ്മളിത് കഴിഞ്ഞ് ഇറങ്ങിയാണ് ഇവിടെ നിന്ന് ബാംബു ഫോറസ്റ്റ്. കൂർഗിൽ നിന്ന് ഇറങ്ങിയാണ്. കൂർഗയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. കുറേ ബാംബു ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ബാംബൂസാണ് മൊത്തം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ഇവിടെ ഇറങ്ങി ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ് പരിപാടികളായിട്ട് പുറത്തോട്ട് പോകണം. ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നാളെ ഇനി നമ്മൾ പോണത് ഒരു വിസിറ്റ് ഉണ്ട്, അതിനാണ് പോണത്. നമ്മൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ് തിരിച്ചു പോണത്. അങ്ങനെ നമ്മളിവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് നിൽക്കേണ്ടത്. നല്ല ഹാങ്ങിങ് കൊണ്ട് നല്ല പിടിച്ചില്ലെങ്കിൽ നമുക്ക് പിടിത്തം വിട്ടു പോണ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ്. ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ നരം മാത്രമേ കാണുള്ളൂ. സത്യം. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നും തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ബാങ്ക് അത് നിനക്ക് എനിക്ക് പെട്ടെന്ന് ചാവായിരുന്നു. ഇതുപോലെ തന്നെ ആ പാലോ ചുമ്മാ ഇടാ ചാവും കേട്ടാ. മുങ്ങിച്ചാവും നീ ഇവിടെ കിടന്ന്. നിന്റെ നനക്കളുടെ നടക്കൂല ഇവിടെ. അവന് കുടിച്ച പറ്റിയിരിക്കാനുള്ള ഇല്ല ഇവിടെ. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ടാണ്. പണ്ടത്തെ പാലം കാണിച്ചില്ല. അയ്യോ, പണ്ടത്തെ പാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. നമ്മളിവിടെ നിന്ന് മോമോസ് കഴിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണത്. നമ്മൾ മോമോസ് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പോകുമ്പോ അടി ലാഭം. എനിക്കൊരു ബൈറ്റ്. ഇവിടെ ഇത് ഒറിജിനൽ ഇങ്ങനെ തന്നെ ഇരിക്കണേടാ. പക്ഷേ ഇത് ചിക്കൻ അല്ല, പനീരാണെന്നോ. നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. എന്താ ഒരു 12 മണിയായി ഇവിടെ എത്തിയപ്പം നല്ല മഴയുണ്ട്. ഉടുപ്പിയിലാണ് പോകുന്നത്. ഉടുപ്പി അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലമാക്കുന്നത് മറ്റൊന്നാളായിരിക്കും. അതിന് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ബൈ ഗൈസ്.